ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. നിങ്ങൾ പറയാത്തത്, നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ എന്തിനാ പറയുന്നത്? കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ. നിങ്ങൾ ചെയ്യാത്തത് പറയുക എന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ക്രോധത്തിന് കാരണമാണത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതേ പറയാൻ പാടുള്ളൂ എന്ന് അല്ലാഹു തആല നമ്മളോട് പറയുന്നുണ്ട്. വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. ഈ ആയത്തിന് മുഫസ്സിറുകൾ 3 തലങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, സ്വന്തത്തെ മറന്നുകൊണ്ട് മറ്റുള്ളവരെ ഉപദേശിക്കുക എന്നതാണ്. സ്വന്തം കാര്യങ്ങൾ ഉൾക്കൊള്ളാതെ മറ്റുള്ള ആൾക്കാരെ ഇങ്ങനെ ഉപദേശിക്കുന്ന ഒരു രീതിയാണ് ഒന്ന്. അവരെ പറ്റിയാണ് അല്ലാഹു തആല പറഞ്ഞത്. ഒരു തലം അതാണ്. ആദ്യം നമ്മൾ നന്നാവുക, ശേഷം നമ്മുടെ കുടുംബത്തെ നന്നാക്കുക, എന്നിട്ട് മതി നാട്ടുകാരെ നന്നാക്കരുത്. ആദ്യം തന്നെ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയല്ല ഇറങ്ങണം. ആദ്യം ഞാൻ നന്നാവുകയാണ് വേണ്ടത്. ശുഐബ് നബി അലൈഹിസ്സലാമിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരായത്ത് അല്ലാഹു തആല ഇങ്ങനെ പറയുന്നത്, മാ വമാ ഉരീദു അൻ ഉഖാരിഫകും ഇലാ മാ അൻഹാകും. നിങ്ങളോട് ഞാനൊരു കാര്യം വിരോധിക്കുന്നു, എന്നിട്ട് അതിന് വിരുദ്ധമായി ഞാൻ ചെയ്യുക എന്നത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്താണോ പറയുന്നത്, ഞാൻ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് നിങ്ങളോട് ഞാൻ പറയുകയുള്ളൂ എന്ന് ശുഐബ് നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ബനൂ ഇസ്രായേലരെ സംബന്ധിച്ച് അവരെ ആക്ഷേപിച്ചുകൊണ്ട് അല്ലാഹു തആല ചില വാക്കുകൾ പറയുന്നുണ്ട്. അതഅമുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തസ്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. നിങ്ങൾ ജനങ്ങളോട് ഇങ്ങനെ കൽപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളോടത് മറന്നു പോകുന്നുണ്ട്. വഅൻതും തസ്ലൂനൽ കിതാബ്, നിങ്ങളിങ്ങനെ ആയത്തുകൾ ഓതിക്കൊടുക്കും, പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ അത് ശ്രദ്ധിക്കൂല. മറ്റുള്ളവരുടെ കാര്യത്തിലാണ് നിങ്ങൾ ആയത്ത് ഓതി കൊടുക്കുന്നത്. മറ്റുള്ളവന്റെ ന്യൂനതകൾ കണ്ടുപിടിക്കാൻ, അവനെ തിരുത്താൻ ആയത്തുകൾ ഇങ്ങനെ തുരുതുരാ ഓതിക്കൊടുക്കും നിങ്ങൾ. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ അത് പ്രാവർത്തികമാക്കുന്നില്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? നിങ്ങളെന്താ ചിന്തിക്കുക? നിങ്ങളെ കാര്യമല്ല ആദ്യം ക്ലിയർ ആക്കേണ്ടത്. എന്താ നിങ്ങൾ ചിന്തിക്കാത്തത് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രേഷ്ഠതകളും ബഹുമതികളൊക്കെ പറയും, പക്ഷെ നമ്മളത് ചെയ്യൂല. നമ്മളത് മിമ്പറിൽ കയറി പ്രസംഗിക്കുന്നതിനെ പോലെയുള്ള ആൾക്കാർക്ക് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് ഉപദേശിക്കാൻ വേണ്ടിയിട്ട് മാത്രമായി ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ്. അത്തരക്കാരെ പറ്റിയിട്ട് അല്ലാഹു തആല പറയുന്ന, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു വാക്കുണ്ട്. നമ്മളതിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണത്. ഇമാം ബുഖാരിയാണ് അത് റിപ്പോർട്ട് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, യുഅ്താ ബിർറജുലി യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ഒരാളെ കൊണ്ടുവരപ്പെടും. അയാൾ നരകത്തിൽ വലിച്ചെറിയപ്പെടും. അതിന്റെ മുമ്പ് അയാളുടെ കുടൽ മുഴുവനും പുറത്തേക്ക് ചാടിയിട്ട് ആ കുടലുമായി കൊണ്ട് അയാൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു കളിക്കുന്നു. ആസിൻ കല്ലിൽ കെട്ടിയ കഴുത തിരിയുന്നത് പോലെ എന്നാണ് റസൂല് പറഞ്ഞത്. നിങ്ങൾ ആ വാക്കിന്റെ അർത്ഥ ഗൗരവം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യന്റെ കുടലിങ്ങനെ പുറത്തേക്ക് ചാടുന്നു, കുടൽമാല പുറത്തേക്ക് ചാടുന്നു. എന്നിട്ട് ആ കുടൽ ഉയർത്തിപ്പിടിക്കാൻ കഴിയാതെ അയാൾ ഇങ്ങനെ ആ കുടലിനെ ഇങ്ങനെ ചുറ്റി നടക്കുന്നു. വല്ലാത്തൊരനുഭവമാണ് അത്. ഖിയാമത്ത് നാൾ വരെ, എന്നാൽ ഖിയാമത്ത് നാൾ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് അത്. കാലാകാലവും ആ മനുഷ്യന്റെ ശിക്ഷ അത് തന്നെയായിരിക്കും. അപ്പോ നരകത്തിലുള്ള മറ്റുള്ള ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട്, യാ ഫുലാൻ, എന്താ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ കാരണം? നിങ്ങളല്ലേ അന്ന് ഞങ്ങളോട് ഉപദേശിച്ചത്? നിങ്ങളല്ലേ അന്ന് ഞങ്ങളോട് പ്രസംഗിച്ചത്? നിങ്ങളല്ലേ അന്ന് ഞങ്ങളോട് എഴുതിയത്? നിങ്ങളല്ലേ അന്ന് ഞങ്ങളോട് ഖുത്ബ നടത്തിയത്? അതുകൊണ്ട് നിങ്ങൾക്കെന്താ ഇങ്ങനെ ഒരു അനുഭവം വരാനുള്ള കാരണമെന്ന് ആ മനുഷ്യനോട് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്ന മറുപടി ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചത് ശരിയാണ്, ഞാൻ നിങ്ങളോട് ഉപദേശിച്ചത് ശരിയാണ്, ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചത് ശരിയാണ്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന്. ഇത് വല്ലാത്തൊരു അനുഭവമാണ്. നമ്മുടെ മക്കളോട്, നമ്മുടെ കുടുംബത്തോട്, മറ്റുള്ളവരോട് നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടില്ലെങ്കിൽ പരലോകത്ത് വെച്ച് നമ്മൾ അനുഭവിക്കുന്ന ഒരു അനുഭവത്തെ പറ്റിയാണ്
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഈ ആയത്തിന്റെ ഒരു തലം അതാണ്. രണ്ടാമത്തേത്, ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് പ്രശംസ നേടുക എന്നതാണ്. ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടാവരാണ്, ആരൊക്കെയോ ചെയ്ത കാര്യങ്ങളാണ്, ഏതൊക്കെ ഫണ്ടുകൾ ഉപയോഗിച്ച് ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ അതിൻ്റെ മുന്നിൽ നിന്ന് ഞാനാണിത് ചെയ്തത് എന്ന് ജനങ്ങൾ ധരിപ്പിക്കുന്നു. അതിൻ്റെ പേരിൽ ഞാൻ പ്രശംസ നേടുന്നു. ഇനി അതല്ല, ഞാൻ തന്നെ ചെയ്തതാണ്, ഞാൻ ചെയ്തതാണെങ്കിൽ ജനങ്ങളുടെ സ്തുതി ഞാൻ അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നു. ഈ ഇലക്ഷൻ മുന്നിട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല ആൾക്കാരും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ആരൊക്കെയോ ചെയ്തത് എൻ്റെ അക്കൗണ്ടിലേക്ക് ചേർത്ത് ഞാനാണത് ചെയ്തത് എന്ന് ധരിപ്പിക്കുക. ഏതൊക്കെ ഫണ്ടുകൾ ഉപയോഗിച്ച് ചെയ്തത് അത് എൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ്, എൻ്റെ പരിശ്രമം കൊണ്ടാണ് എന്ന് വരുത്തുക, അല്ലെ എൻ്റെ പാർട്ടിയുടെ പരിശ്രമം കൊണ്ടാണെന്ന് വരുത്തി തീർക്കുക. ഇതൊന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പാടില്ലാത്ത കാര്യമാണ്. ചെയ്തവർ അതിൻ്റെ പ്രതിഫലം വാങ്ങട്ടെ, അതിൻ്റെ പേരിൽ നമ്മൾ അഭിമാനിക്കുക, നമ്മൾ ഈ പ്രശംസ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇനി നമ്മൾ ചെയ്തതാണെങ്കിൽ തന്നെ അതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. നിങ്ങൾ നോക്കി, അള്ളാഹു തആല പറയുന്ന ഒരു വാക്കുണ്ട്, ലാ തഹ്സബന്ന അല്ലദീന യഫ്റഹൂന ബിമാ അതവ വയുഹിബ്ബൂന അൻ യഹ്മദൂ ബിമാ ലം യഫ്അലൂ വലാ തഹ്സബന്നഹും ബിമഫാസത്തിൻ മിനൽ അദാബി വലഹും അദാബുൻ അലീം. ചെയ്ത കാര്യത്തിൽ ആനന്ദം കാണുന്ന ആൾക്കാർ ചെയ്ത കാര്യത്തിൽ ഇങ്ങനെ ആനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ചെയ്യാത്ത കാര്യത്തിൽ പ്രശംസ ഇഷ്ടപ്പെടുന്നവര് അവർക്ക് ശിക്ഷയില്ല എന്നതാണോ താങ്കൾ വിചാരിക്കുന്നത്? അല്ലാഹു തആല തിരുത്തുക, അങ്ങനെ വിചാരിക്കണ്ട. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന്. അവർ ഭയങ്കരമായ ശിക്ഷയാണ് അനുഭവിക്കാൻ പോകുന്നത്. ഈ ആയത്തിന്റെ രണ്ടാമത്തെ തലമാണത്. ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു താബിഈയായ ഒരു മനുഷ്യൻ, അദ്ദേഹം പറയാണ്, ഞാൻ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സ്വഹാബിയുടെ അടുക്കൽ നിൽക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെയും കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, വഅയ്യുക്കും റഅൽ കൗകബ അല്ലദീ ഖലൽ ബാരിഹ, ഇന്നലെ രാത്രി നക്ഷത്രം ഉതിർന്നു വീഴുന്നത് പോലൊരു കാഴ്ച ഞാൻ കണ്ടിരുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അത് കണ്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഞാനും അത് കണ്ടിരുന്നു, ഞാനും അങ്ങനെ കണ്ടിരുന്നു എന്ന്. അപ്പോ അദ്ദേഹം ഒന്നുകൂടി അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തി പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കും, ഞാൻ തഹജ്ജുദ് നമസ്കരിക്കാൻ എഴുന്നേറ്റപ്പോഴാണ് കണ്ടത് എന്ന്. അങ്ങനെയൊന്നും ആരും ധരിക്കണ്ട, അങ്ങനെയൊന്നും ആരും വിചാരിക്കണ്ട. എന്നെ ഇന്നലെ രാത്രി ഒരു തേള് കുത്തിയിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല, ഉറക്കം വന്നില്ല. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ കണ്ടതാണത്. നിങ്ങൾ ആലോചിച്ച് നോക്ക് ആ താബി പണ്ഡിതിന്റെ സൂക്ഷ്മത. ആർക്കെങ്കിലും അങ്ങനെ ധരിച്ചു പോയാല് ഞാൻ തഹജ്ജുദ് നമസ്കരിക്കാൻ എഴുന്നേറ്റപ്പോഴാണോ അത് കണ്ടത് എന്ന് ആരെങ്കിലും വിചാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാനൊരു കുറ്റക്കാരനാകണ്ട എന്നൊരു സൂക്ഷ്മത. ഇതാണൊരു വിശ്വാസിയുടെ മൂല്യബോധം, ഇതാണൊരു വിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ട മൂല്യം. നിങ്ങൾ നോക്ക്, അതുപോലെ ഇതിന്റെ മൂന്നാമത്തെ തലം മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്, ഈ ആയത്തിന്റെ മൂന്നാമത്തെ തലം ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്, പറഞ്ഞ വാക്ക് ചെയ്യാതിരിക്കുക എന്ന്. ഞാനൊരു വാക്ക് പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞാൽ അത് ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയണം. ഞാനത് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ അതിന്റെ കുറ്റക്കാരനാണ്. നമ്മളൊരു വാഗ്ദത്തം ചെയ്തു, അതെന്തിനാണെങ്കിലും ശരി, മക്കളോടാണെങ്കിലും ശരി, മരുമക്കളോടാണെങ്കിലും ശരി, നാട്ടുകാരോടാണെങ്കിലും ശരി, നാട്ടിലുള്ള മദ്രസയ്ക്ക് വേണ്ടിയാണെങ്കിലും ശരി, പള്ളിക്ക് വേണ്ടിയാണെങ്കിലും ശരി, എന്തിനോടാണെങ്കിലും ശരി, ഒരു വാഗ്ദത്തം നമ്മൾ ചെയ്താൽ അത് നിർവഹിക്കാൻ കഴിയണം. എൻ്റെ ആ സ്ഥലം വിറ്റാല് ഞാൻ ഉംറയ്ക്ക് പോകും എന്നൊരു തീരുമാനം പടച്ചോനോടാണ് പറയുന്നത്. സ്ഥലം വിറ്റു, പക്ഷേ സാമ്പത്തിക പൈസ ഇങ്ങനെ കൂട്ടി നോക്കുമ്പോൾ 19,000 ഉറുപ്യ വേണം. അതിൽ നിന്ന് എടുത്താൽ അത്ര കുറവ് വരും. അതവിടെ നിർത്തി ആ പോക്ക്. എനിക്ക് ആ ഒരു കുറി അടിക്കാനുണ്ടത്, അടിച്ചാൽ നിനക്ക് ഇന്നത് തരാം എന്നൊരു മകനോടോ ഒരു കുട്ടിയോടോ പറഞ്ഞു. കുറി അടിച്ചു. കുട്ടിയോടാണെങ്കിൽ, നമ്മളെ വീട്ടിലുള്ള ചെറിയ കുട്ടികളോടാണെങ്കിലും ശരി, അത് വാക്ക് നിറവേറ്റാൻ നമ്മൾ തയ്യാറാക്കണം. ഞാൻ 1-2 ആഴ്ച മുമ്പ് പറഞ്ഞതായി ഓർക്കുന്നു.
അബ്ദുല്ലാഹി ഇബ്നു ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിനോട് തന്റെ ഉമ്മ പറഞ്ഞൊരു സംഭവം അതിങ്ങനെയായിരുന്നു: നീ ഇങ്ങോട്ട് വാ, നിനക്ക് ഞാനൊരു സാധനം തരാമെന്ന് പറഞ്ഞു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, എന്താ കൊടുക്കാനുള്ളത് എന്ന്. അദ്ദേഹം മഹ്ദി പറയുന്നുണ്ട്, ഞാനൊരു ഈത്തപ്പഴം കൊടുക്കുമെന്ന്. കൊടുത്തിട്ടില്ലെങ്കിൽ അത് കളവായി രേഖപ്പെടുത്തുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവർത്തനം ഇത് നേരായ രീതിയിലായിരിക്കണം. ചെയ്യാത്ത വാക്കുകൾ നമ്മൾ പറയരുത്, ചെയ്യാൻ കഴിയാത്തതൊന്നും പറയരുത്, പറഞ്ഞതിന് വിപരീതമായി ചെയ്യരുത്. ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. പ്രവർത്തിക്കാത്തത് പറയുന്നത് വലിയ ക്രോധത്തിന്റെ കാരണമാണെന്ന് അല്ലാഹു തആല പറയുന്നത്. സൂക്ഷിക്കുക ജീവിതത്തിന്റെ നിഖില മേഖലകളിലും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറുഹു വഅൻകും വൻ ജമീഉൽ മുസ്ലിമീൻ. അൽഹംദുലില്ലാഹ്.